കണ്ടിട്ടല്ലേ കൈകാര്യം ചെയ്ത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണ് അത്രത്തോളം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. അതുകൊട്ടെ അതുകൊണ്ട് നമുക്ക് അവസാനിക്കില്ല. യെസ് മൈ ഡിയർ, നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റുക. ഒരു നെക്സസിന്റെയും കൂടെ ഉണ്ടാവില്ല. നെക്സസ് കുറച്ചും കൂടെ ഇനിയും വരാനുണ്ട്. മലപ്പുറത്തുകാർക്ക് കുറച്ച് ദിവസമായിട്ട് വലിയ എന്താ പറയാ തിരക്കൊന്നുമില്ല എന്നാണ്. നിങ്ങൾക്ക് കുറച്ച് പണി തരുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ കുറച്ച് ഓടേണ്ടി വരുന്നുണ്ട്. ഒന്ന് കൃത്യമാക്കിയിട്ട് നിങ്ങൾ കൈ തരാം. 95% തന്നവന് 5% പണി ഞങ്ങൾക്ക് എടുക്കാം. ശ്രദ്ധിക്കാം. ക്ലീൻ എന്താ പറയാ റെക്കോർഡാ നമ്മൾ കൊടുക്കുന്നത്. അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അങ്ങേര് പറഞ്ഞു എന്ന് പറഞ്ഞത് എഴുതി വെക്കാൻ ഏത് ഉദ്യോഗസ്ഥനും സാധിക്കാന്ന്. ഏത് ഉദ്യോഗസ്ഥനും സാധിക്കുക. ഇപ്പൊ വീട് വാങ്ങിയത് എന്താ കൊട്ടാരം വാങ്ങിയെടുത്ത് ലോൺ എടുത്തു എന്ന് പറഞ്ഞു. ലോൺ എത്ര കിട്ടുക? 20 കോടി രൂപയുടെ പ്രോപ്പർട്ടിയാ. 1 കോടി റുപ്യ നിങ്ങൾക്ക് ഒരു കെട്ടിടത്തിൽ നിങ്ങൾക്ക് എത്രയാണ് ലോൺ കിട്ടുക? 60%, 70% അല്ലേ? അത്രേ കിട്ടുള്ളൂ. അപ്പൊ 20 കോടി റുപ്യന്റെ പ്രോപ്പർട്ടിക്ക് 70% ലോണ് കിട്ടിയാൽ എത്ര? 7, 7, 14 കോടി രൂപ. ബാക്കി 6 കോടി റുപ്യ എവിടുന്ന? അതെവിടുന്ന വന്നത്? മാത്രല്ല ഈ ലോൺ, ഈ കോടിക്കണക്കിന് രൂപ ലോൺ എടുക്കുന്നു, അത് അടക്കണ്ടേ? അതിന്റെ വരുമാനം എവിടുന്ന? പണം ഞങ്ങൾ തരും. ഈ രാജ്യത്ത് ഈ പറയുന്ന നിയമവ്യവസ്ഥകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ, ഈ ADGP അജിത് കുമാറിനെ ആ DGP കസേരയിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് ഇരിക്കില്ല. നിയമപരമായിട്ട് എഴുതി വെച്ചത് അത് പിണറായി അല്ല, 100 പിണറായി ആ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ. അത്രയും ക്രിമിനലിസം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 10 ആള് കൂടിയിട്ട് ഇത് എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് തള്ളി വിട്ടിട്ട് ഇവനെ ഇവിടുത്തെ രാജാവാക്കാമെന്ന് ഈ പറയുന്ന പിണറായിയോ ഈ പറയുന്ന PCCയോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് വെല്ലുവിളിക്കുകയാണെന്ന് ചോദിക്കുക. വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്ക് പോകാറില്ല. ഇവരെ നടത്തട്ടെ. ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ടോ നമുക്കൊന്ന് നോക്കാന്ന്. ഇങ്ങനെയുണ്ടോ? പുച്ഛിച്ചു തള്ളില്ല, എല്ലാം പുച്ഛിച്ചു തള്ളുക. 3.5 കോടി ജനങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു നിയമത്തിനൊരു വിലയില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പാന്ന് പറഞ്ഞു. അപ്പൊ ആരപ്പ ആ സാധനം ചവിട്ടിക്കൊന്നും മൂലക്കലാക്കിയിട്ട് എവിടെത്തി കേസ്? ഇതല്ലേ പറഞ്ഞിരുന്നത്? ഇന്നലെ ആ സാബു അവിടെ മരിച്ചത് ഇടുക്കി പോയിയാണ്. സഹകരണ സംഘത്തിന്റെ കൊള്ള പൈസ മുഴുവൻ സഹകരണ സംഘങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇവർക്ക് എന്താ പരിപാടി? നിങ്ങൾ എന്തിനാ ബാങ്കിൽ പൈസ ഇടുന്നത്? നമ്മളെന്തിനാ ഇടുന്നത്? അതൊരു സേഫർ ലോക്കറിൽ കൊടുക്കുക. നമുക്ക് ആവശ്യമില്ലാമോ എടുക്കാൻ. ഈ പൈസ എടുത്ത് ഭയങ്കര കച്ചവടം. അവിടുത്തെ എല്ലാ സഹകരണങ്ങളും, ഫുട്ബോൾ ഗ്രൗണ്ട്, ടർഫ്, സിനിമാ തിയേറ്റർ, കല്യാണ മണ്ഡപം, റിയൽ എസ്റ്റേറ്റ് അല്ലേ? പൈസ ഇട്ടാൻ ചെല്ലുമ്പോ പൈസ ഇല്ല. ഒരു സാധു അവിടെ കിടന്ന് തൂങ്ങി മരിച്ചു. അപ്പൊ എന്താ പറഞ്ഞു? പാർട്ടി പറയണ ഞങ്ങളെ സാബുവിന്റെ കൂടെയാണ്. ഇന്നലെ പോയപ്പോഴത്ത് മനസ്സിലായി. ഇത് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാം ഒരു നിഗൂഢമായ അവസ്ഥയിൽ എല്ലാ മേഖലയും. ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല മീറ്റിംഗ് ഞാൻ തരുന്നുണ്ട്. അധികം വൈകാതെ ഇവിടെ തന്നെ. നിങ്ങൾ ബേജാറാവില്ല. കൊള്ളയടിക്കപ്പെടുകയാണ്. കൊള്ളയടിക്കുക. മനസ്സിലായില്ലേ? കരുവന്നൂർ എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഡെപ്പോസിറ്റ് ചെയ്തവൻ ഡെപ്പോസിറ്റ് പൈസക്ക് ബാങ്കിൽ പൈസ ഇല്ല. ബാങ്കിൽ പൈസ ഇട്ടിട്ട് ഇവർക്ക് എന്താ കാര്യം? ആർക്ക്? ഇത് കൈകാര്യം ചെയ്യുന്ന സഹകരണ സംഘത്തിന്റെ കമ്മിറ്റിക്ക്, മാനേജ്മെന്റിനും ഇവരിതെടുത്തിട്ട് ഭയങ്കര കച്ചവടമല്ലേ? അവിടെ ഭൂമിയാണ്, ഇവിടെ ഭൂമി വാങ്ങുന്നത്, എല്ലാ പൈസയും ഔട്ടാണ്. ഖജനാവിലൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാർ ചിലപ്പോൾ കൊടുക്കാൻ പൈസ അല്ല. ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ ഒന്നായിട്ട് വിഴുങ്ങിയിരിക്കണം. ഒന്നായിട്ട് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അത് ഈ രീതി ഈ ആംഗിളിലല്ല കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യപ്പെടുന്ന ആംഗിളിലേക്ക് അത് പോകും. അത്രയാണ് ഇപ്പൊ പറയുന്നത്.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.